100% മെറിറ്റുള്ള ഒരു കേസിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് തന്നെ കോടതിയെ സമീപിക്കും. മാത്രവുമല്ല, ഇതിനു മുമ്പ് തന്നെ ഈ പത്രിക തള്ളുമെന്നും ഇൻഫോർമലായി എല്ലാ മീഡിയക്കാരെയും ബൈലോയിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവർ വളച്ചു തിരിച്ച് ഇങ്ങനൊരു സാധനം അയക്കുകയും എല്ലാ മീഡിയക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തിയപ്പോൾ തന്നെ ഞാനത് പ്രതികരിക്കുകയും ഞാൻ കോടതിയെ സമീപിക്കുകയും ഞാൻ ഈ പറയുന്ന ഇപ്പോൾ വരണാധികാരി എന്ന് പറയുന്നു, വരണാധികാരി ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. അവിടെയാണ് അസോസിയേഷൻ്റെ മാടമ്പികളായ ആസ്ഥാന ഗുണ്ടകളായ സിയാദ് കോക്കറും സുരേഷ് കുമാറും പ്രതികരിക്കുന്നത്. കാര്യം വരണാധികാരിക്ക് സംസാരിക്കാനൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമില്ല. ഒരു വക്കീലായ അദ്ദേഹത്തിന് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ന്യായം പറയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ലോ പോയിന്റ്സ് പറയാൻ പറ്റുന്നില്ല? ഇന്നലെ അവിടെ ആരൊക്കെ മോശമായി പെരുമാറിയെന്ന് സാന്ദ്ര പറയുന്നുണ്ട്. അവർക്കെതിരെ പോലീസ് നടപടി മറ്റു കാര്യങ്ങളായിട്ട് പോകുന്നുണ്ടോ? അങ്ങനെ വല്ലതും ഒക്കെ ഉണ്ടോ? പോലീസ് നടപടിക്കൊന്നും ഞാനില്ല. ഒരു കേസ് കൊടുത്തത് കൊണ്ട് തന്നെ ഞാനൊരു കുടുംബവുമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കും എല്ലാം ഇത് ബുദ്ധിമുട്ടായി വരികയല്ലേ. പോലീസ് നടപടികളുമായി മുന്നോട്ട് പോയത് തന്നെ എനിക്കിതുവരെ ഒരു ഫലവും കണ്ടിട്ടില്ല. മാത്രവുമല്ല, കേസിൻ്റെ പുറത്ത് കേസ് എന്ന് ആവാന്നല്ലാതെ നമ്മൾ പരാതിക്കാരാരാണോ പരാതിക്കാരെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടുത്തെ സിസ്റ്റത്തിലുള്ളത്. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആനുവൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതിനകത്ത് 3 പേജ് എന്നെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. അതും കള്ളക്കഥകൾ എഴുതി വിട്ടിരിക്കുകയാണ്. അതിനും ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഒരു പരാതിക്കാരിയായ എന്നെ വളരെ മോശമായിട്ട് ഈ നിർമ്മാതാക്കളുടെ ഇടയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മാടമ്പികളായ അവിടുത്തെ അസോസിയേഷൻ മെമ്പേഴ്സ് ഇതുപോലുള്ളൊരു എന്നെ പറ്റി മോശമായിട്ട് എഴുതി 3 പേജ്, വേറെ ഒന്നുമില്ല. അസോസിയേഷൻ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ആകെ എഴുതിയേക്കുന്നത് വിമാന ദുരന്തത്തിൽ മരിച്ച കുറച്ച് പേരുടെ പേര് എഴുതി വെച്ചേക്കുക. വിമാന ദുരന്തത്തിൽ ഇന്ന ആളുകൾ മരിച്ചു, അതിന് നമ്മളെ അവർക്ക് അനുസ്മരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ട്രെയിൻ ദുരന്തത്തിൽ മരിച്ചവര്, അല്ലാതെ മരിച്ചവര്, ഇങ്ങനെ മരിച്ചവരുടെ കുറെ കണക്കും കൂടാതെ എൻ്റെ വിഷയവുമാണ് അവിടെ എഴുതിയേക്കുന്നത്. വേറെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.